എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ബ്ലെസ്ഡ് കുഞ്ഞച്ചൻ സാന്തോം വില്ലേജ് കരിങ്കുന്നത്ത് മരത്തിപ്പാറ സ്ഥിതി ചെയ്യുന്ന ഈ അഗതി മന്ദിരത്തിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ഇവരുടെ ഒപ്പം ഞങ്ങൾ കൂടാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടുകാരുടെ ഒരു നല്ലൊരു പ്രോഗ്രാം നമ്മളിവിടെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ഈണം ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ നടത്തുന്നത്. ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മുപ്പറ്റയിൽ ജോർജ് ആൻഡ് സെലീനാണ്. അപ്പോൾ അവർ നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങളിവിടെ ഘോഷിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇവിടെ 45ഓളം അഗതികൾ ഇവിടെയുണ്ട്. എല്ലാ കാഴ്ചപ്പെട്ട ആൾക്കാരും ഇവിടെയുണ്ട്. അപ്പോൾ ഈണം ഗ്രൂപ്പിലെ കലാകാരന്മാർ ഇവിടെ ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പാടാനും ഇവരോടൊപ്പം ആടിത്തിമിർക്കാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവർക്കൊരു സന്തോഷം കൊടുക്കുക, അതാണ് ഇന്നത്തെ ഞങ്ങളുടെ ലക്ഷ്യം. അതുപോലെ തന്നെ കേരളത്തിലുള്ള എല്ലാ വൃത്താസദനങ്ങളിൽ കൂടെയും അനാഥ മന്ദിരങ്ങളിൽ കൂടി ഞങ്ങൾ പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അകമൊഴിഞ്ഞ സപ്പോർട്ടും ഷെയറിങ്ങും കാര്യങ്ങളുമൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാരണം നമുക്കറിയാം ഈ കാലം അത്രയും ഗവൺമെൻറ്റിൽ നിന്ന് യാതൊരു സഹായങ്ങളും ഇങ്ങനെയുള്ള അഗതി മന്ദിരത്തിൽ കൂടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് വളരെ ശോചനീയമായിട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനെയുള്ള ആൾക്കാരെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഏൽപ്പിക്കാനായിട്ട് എല്ലാവരും ഉണ്ട്, പക്ഷേ അത് കഴിയുമ്പോൾ കൈയൊഴിയുന്നൊരവസ്ഥയാണ്. അപ്പോൾ മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ കൊടുക്കുക. ഈ സ്ഥാപനത്തിൻ്റെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സൂചിപ്പിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരിടും. 7 ദിവസമായിട്ട് ഫോട്ടോ അടിക്കുന്നുണ്ട്. നമ്മുടെ തൊടുപുഴ ശ്രീമാസിൻ്റെ ഫ്രണ്ട്. ഇത് 2010 ബൈക്കും ബസ് പിടിച്ച ആക്സിഡൻ്റ് ആയിരുന്നു. സ്പൈനൽ കോഡ് ഇഞ്ചുറിയാണ് അങ്ങനെ പറ്റിയത്. അതായത് ഫുൾ വീൽ ചെയറൊക്കെ 2 കാലിലും തളർന്നു പോവുക. നമ്മുടെ ഈ സാന്തോം വില്ലേജ് എന്ന സ്ഥാപനം ഉടലെടുക്കാൻ കാരണം നമ്മളുടെ ഈ നാട്ടിലുള്ള ഒരാളെ ആരും നോക്കാനില്ലാത്ത ഒരാളെ നമ്മൾ പാർപ്പിക്കാൻ വേണ്ടി പലയിടവും തൊട്ടി നടന്നിട്ട് കിട്ടാത്ത പക്ഷം രാമൂരം കുഞ്ഞച്ചൻ മിഷണറി ഭവനിൽ പ്രവേശിപ്പിച്ചു. അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ തുടങ്ങാനുണ്ടായ സാഹചര്യം. നമ്മുടെ ബഹുമാനപ്പെട്ട മലയപ്പുറമിലച്ചൻ ആണ് ഇതിന് സ്ഥലം കൊടുക്കുകയും ഏതാണ്ടൊരു 100ഓളം പേർക്ക് അഭയം കൊടുക്കാനുള്ള ഈ സ്ഥാപനവും ഉണ്ടായത്. സിജോ, സ്നേഹബഹുമാനപ്പെട്ട കലാകാരന്മാരെ, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷമുള്ള ഒരു സുദിനമാണിന്ന്. നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഇവിടുത്തെ വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ ജീവിക്കുന്ന ഏതാണ്ട് 40-ലധികം മാതാപിതാക്കന്മാരെ, അവരുടെ മുഖത്തെ സന്തോഷവും അവരുടെ ചിരിയും ഇതൊക്കെ കാണാനും അനുഭവിക്കാനും അവരോടൊപ്പം ഇന്നത്തെ ഒരു ദിവസം ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരോടും വന്നിരിക്കുന്നത്. അവർക്ക് വേണ്ടി കേരളത്തിലെ വളരെ പ്രഗത്ഭരായ കലാകാരന്മാരെ അവരുടേതായ കലാപരിപാടികളെല്ലാം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ബിജു ഇവിടെ പറഞ്ഞു. ബിജു ഇവിടെ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്ന ആളാണ്. 24 മണിക്കൂറും അദ്ദേഹത്തിൻ്റെ സേവനം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും സേവനം ഈ സ്ഥാപനത്തിലുണ്ട്. മലയപ്പറമ്പിലച്ചൻ്റെ പാലാ രൂപതയിലെ വികാരി ജനറലായിരിക്കുന്ന മലയപ്പറമ്പിലച്ചൻ്റെ നേതൃത്വത്തിലാണ്, അദ്ദേഹത്തിൻ്റെ സന്മനസ്സാണ് ഈ സ്ഥാപനം ഇപ്പോൾ ഇവിടെ ഈ കാണുന്നത്. ഈ മാതാപിതാക്കന്മാരും സഹോദരിമാരും ഒക്കെ ഇവിടെ പാർക്കുന്നതും അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിലാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ബിജു അർപ്പണ മനോഭാവത്തോടു കൂടി രാപകൽ എന്ന് വെച്ചാൽ 24 മണിക്കൂറും ഇവിടെയുണ്ട്. എന്തായാലും ഒരു നല്ല ചാരിറ്റി പ്രവർത്തനമാണ് അദ്ദേഹം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഞാൻ ഓർക്കുന്നു മദർ തെരേസയുടെ ഏതാണ്ട് ഒരു ചെറിയ പകർപ്പ്. മദർ തെരേസയെ നമുക്കറിയാം, ജീവിച്ചിരുന്നപ്പോൾ വിശുദ്ധ എന്ന നാമത്തിൽ അറിയപ്പെട്ടു. മരണശേഷം മദർ തെരേസയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു. അവരുടെ ഏതാണ്ട് അതേ ഒരു ചെറിയ പകർപ്പ് ആണ് നമ്മുടെ ഈ കടനാട് പഞ്ചായത്തിൽ ഇപ്പോൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. 4-5 വർഷമായിട്ട് വളരെ ഭംഗിയായി നല്ല സംതൃപ്തിയോടുകൂടി ഈ ശാന്തസുന്ദരമായ ഗ്രാമം വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. എന്തായാലും അവർക്ക് നല്ല രീതിയിലുള്ളൊരു ജീവിത സാഹചര്യം ബിജു ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. അതിന് ബിജുവിന് അങ്ങേറ്റം ഞാൻ നന്ദി പറയുകയാണ്. സംസാരിക്കുന്നില്ല, കാരണം സമയം അതിക്രമിച്ചു. കലാപരിപാടികളെല്ലാം ആരംഭിക്കുകയാണ്. മറ്റൊരു കാര്യം അറിയിക്കാനുള്ളത്, നമ്മുടെ ഇന്നത്തെ ഈ കലാസന്ധ്യ അറേഞ്ച് ചെയ്യുന്നത് നമ്മുടെ വിദേശത്ത് ജോലി ചെയ്യുന്ന സി ജോർജ് ആൻഡ് സെലിൻ ജോർജ് മുപ്പറ്റേൽ എന്ന് പറയുന്ന ദമ്പതികളാണ്. അവർ വളരെ മാസങ്ങളായിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ പാവങ്ങളുടെ ഇടയിൽ ചെയ്യണമെന്ന് സിജോയോട് പറയും. അതനുസരിച്ചാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അവരെ നന്ദിയോടെ ഓർക്കുന്നു. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ബിജു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുന്ന ബിജുവിനെ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന് ആയുസ് ആരോഗ്യങ്ങളെല്ലാം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ കലാപരിപാടികളെല്ലാം അവതരിപ്പിക്കുന്ന കലാകാരന്മാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നല്ല പരിപാടി അവതരിപ്പിക്കട്ടെ. ഇതിൻ്റെ എല്ലാം മുൻപന്തിയിൽ നിൽക്കുന്ന സിജോയെ എടുത്തു പറയേണ്ടതായിട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അശ്രാന്ത പരിശ്രമവും അതുപോലെ തന്നെ താല്പര്യവുമാണ് ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കാൻ ഞങ്ങളെല്ലാവരും മുന്നോട്ട് കടന്നു വന്നിരിക്കുന്നത്. സിജോ ഇത് മാത്രമല്ല, ഇതുപോലെയുള്ള ഒട്ടേറെ പരിപാടികൾ ജനങ്ങൾക്ക് നന്മ കിട്ടുന്ന നല്ല പരിപാടികളെല്ലാം അദ്ദേഹം പല പ്രസ്ഥാനങ്ങളിലുമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിനെയും പ്രാർത്ഥനയിൽ പ്രത്യേകമായി ഓർക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകളും പ്രാർത്ഥനയും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മളൊന്ന് നീട്ടി നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു 4 ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. നമ്മുടെ ദിവസം നമ്മൾ മറക്കുകയാണ്. നമ്മള് പുതിയ ആളുകളും പുതിയ രൂപം എല്ലാവരും ഡാൻസ് കളിക്കൂ. നമ്മുടെ കൂടെ എല്ലാവരും നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ പ്രകടിപ്പിക്കുക, ഞങ്ങളുടെ കഴിവ് ഞങ്ങൾ പ്രകടിപ്പിക്കുക. ഏതായാലും ആരും വിഷമിക്കൊന്നും വേണ്ട. എല്ലാവരും ചിരിച്ച മുഖത്തോടെ തന്നെ ഇരിക്കണം. കാരണം ഞങ്ങൾ ഈ ഒരു പ്രായത്തിൽ ഞങ്ങൾക്ക് ഇത് സംഭവിച്ചു. 10 വർഷമായി എനിക്ക് ആക്സിഡന്റ് സംഭവിച്ചിട്ട്. 2010 ബൈക്കും ബസ് ഇടിച്ചതാണ്. ഇടിച്ചിട്ട് ഇപ്പൊ ഫുൾ വീൽ ചെയറിലോ വീട്ടിൽ കൂടെ നടക്കുള്ളൂ. ബാത്റൂമിലൊക്കെ വീട്ടിലാണ്. അപ്പൊ എന്റെ അടുത്തും ദുഃഖം നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് 2 ചാനലും നടക്കാൻ പറ്റില്ലേ? ഒന്ന് കൈ വെച്ചേ എല്ലാവരും സ്ട്രോങ് ആയി. അപ്പൊ നമുക്ക് പരിപാടി സംഘടിപ്പിച്ച ഇളം ഗ്രൂപ്പും ഓർമ്മയിൽ നിന്ന പ്രോഗ്രാമും പിന്നെ ശ്രീ ജോർജ് ആൻഡ് സെലിൻ മുപ്പറ്റേൽ അവർക്കും പ്രത്യേകം നന്ദി. പിന്നെ നമ്മുടെ ബിജു സാറിന് നന്ദി പറയുന്നു. അപ്പൊ നമ്മളെല്ലാവരും കൂടി ഈ പ്രോഗ്രാം വൻ വിജയപ്രദമാക്കി തീർക്കുകയാണ്. പാട്ട് പാടാൻ അറിയാവുന്നവരും 2 ലൈൻ വെച്ച് പാടിയാ അറിയാവുന്ന 2 ലൈൻ പാട്ട് പാടാം. പേര് പറയാ, സ്ഥലം പറയാം. എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പാട്ട് ഇവിടെ തുടങ്ങട്ടെ. ദൈവത്തിൻ്റെ കൃപയും ചൊരിഞ്ഞുകൊണ്ട് പാലക്കേച്ചിലോ എന്ന തുല്യനാമത്താണ് എഴുതുകയും സംഗീതം ചെയ്യുകയും പാടുകയും ചെയ്യുന്നത്. പാലക്കെട്ടികൾക്ക് വേണ്ടിയും ദൈവാനുഗ്രഹത്തിന് വേണ്ടി ഞാൻ പാടുന്നു. കാരിരും പാടികൾ ശിരസിൽ മുൾമുടി നീണം വാർന്നൊഴുകി കാൽവരി
എനിക്കു ദാഹിക്കുന്നു എനിക്കു ദാഹിക്കുന്നു നഗവും നാരിയും ഇലക്കിയ കനിയും ആദി പാപ വിലകുവ നാഗവും നാരിയും വിലക്കിയ കനിയും ആദി പാപ വിലകുവ വിശ്വോത്തമമാ ത്യാഗബലി വിജയദാസൻ വിജയം വരിച്ചു വിജയദാസൻ വിജയം വരിച്ചു മനുജരെ നാം ചെയ്യും അനുദിന പാപങ്ങൾ മതിതലം യേശുവോട് മാപ്പ് ചൊല്ലാം. പേര് സൗകര്യം പറയാമോ? പേരെന്താണ്? പാലക്കയം ഷില്ലോ. യഥാർത്ഥ പേര് ജോസഫ്. വേറെ നീളമില്ലല്ലോ. ആന്ധ്ര അമ്മച്ചി ആ സ്ഥലവും പേരെന്ന് പറഞ്ഞേ. കുറുങ്ങി. എൻ്റെ പേര് ശോഭന, മൂലമറ്റത്ത് നിന്ന് വരുന്നു. ഇതിൻ്റെ അകത്ത് ആരെങ്കിലും പാട്ട് പൂങ്കടത്തിൽ രണ്ടു തുമ്പികൾ ചൈത്രമാസ പൂങ്കാവിൽ കുഞ്ഞു തുമ്പികൾ തെന്നലന്റെ തേരിലേറി പിന്നിലൂടവേ മിന്നലന്റെ മാല ചാർത്തി വന്നതാരികൾ ചിത്രവർണ്ണ പൂങ്കളത്തിൽ രണ്ടു തുമ്പികൾ ചൈത്രമാസ പൂങ്കാവിൽ കുഞ്ഞു തുമ്പികൾ വളരാവുന്നതിൽ വീശി മഞ്ഞിൻ കുളിരമ്പിളികൾ വളരാവുന്നതിൽ വീശി മഞ്ഞിൻ കുളിരമ്പിളികൾ. താങ്ക് യു ചേച്ചി. നല്ല പാട്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണേ. കുമാരൻ കരിങ്ങുന്ന. പേര് പറഞ്ഞേ. പേര് പൊന്നപ്പൻ. സ്ഥലം എവിടെയാ? നീ എവിടെയാ? പേര് സ്ഥലം എവിടെയാ? സ്ഥലം എവിടെയാ? രണ്ടക്കാരി രണ്ട ചൂളിട്ടു രണ്ടക്കാരി രണ്ട ഇവളൊരു സെട്ട് പാട്ട് രണ്ടക്കാരി ദിവാളി മച്ചാനേ താമരത്
അയല മീൻ ഉണ്ടക്കറി രണ്ടക്ക് ഒരു വലിയ പേരെന്ന് പറഞ്ഞിട്ട് പേര് പറഞ്ഞേ അബി അബി സ്ഥലം എവിടെയാ? കട്ടച്ചിറ കട്ടച്ചിറ. പഠിക്കോ പാടിക്കോ. തേനും മയമ്പും നാളിൽ ചൂടും ആനമ്പാടി വീരാകും ശ്രീരാഗം പാടൂ നീ വേണ്ടും മയമ്പും നാളിൽ ചൂടും ആനമ്പാടി മുറ്റത്തെ ചിക്കാരത്തോപ്പിൽ ഒരു നാലിപ്പൂവൻ തോട്ടം താഴത്തും മയ്യത്തും തേനും ചോട്ടിൽ ഓക്കെ. തേനും മയമ്പും ആവയിൽ ചൂടും പാനമ്പാടി പാനമ്പാടി പേര് പറഞ്ഞില്ല. സ്ഥലം എവിടെയാ? ഏതാ? ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി. ചേട്ടൻ്റെ ആ രാമമംഗലം. തൃശ്ശൂർ പേരെങ്ങനെയാ? മൃഗനാൻ. സ്ഥലം എവിടെയാ? കൂത്താറുള്ള. അങ്ങനെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലുള്ള ഒരാൾ ഇങ്ങനെ ആരും നോക്കാനില്ലാതെ മക്കളില്ലാത്ത ആളാണ്. നോക്കാനില്ലാത്ത പേര് നമ്മൾ വെളിപ്പെടുത്തുന്നില്ല, കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകണ്ടല്ലോ. അപ്പോൾ അവരെ നോക്കാനുള്ള നരകിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിൽ പുള്ളിയുടെ പെങ്ങന്മാർ 2 സിസ്റ്റേഴ്സാണ്. സിസ്റ്റേഴ്സ് ഈ എൻ്റെ ഫാദറിൻ്റെ അനിയൻ അച്ഛനെ സമീപിച്ചപ്പം എവിടെയെങ്കിലും ഒന്ന് ആക്കാൻ, ഒരാളെ ഒന്ന് ആക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചു. എവിടെ ചോദിച്ചാലും എല്ലായിടവും ആളില്ലാത്ത ഒരവസ്ഥയാണ്. അതായത് 100 പേര് കിടക്കുന്നിടത്ത് 150 പേര് കിടക്കുന്ന അവസ്ഥയാണ് എല്ലായിടത്തും. അപ്പോൾ ഇങ്ങനെ ആക്കാൻ ഒരു മാർഗ്ഗമില്ലാതെ വന്നപ്പം അച്ഛനെ സമീപിച്ച് അച്ഛൻ ഈ ബ്ലെസ്ഡ് കുഞ്ഞച്ചൻ കുഞ്ഞച്ചൻ മിഷണറി ഫൗണ്ടിൽ രാമൂരത്ത് അന്വേഷിച്ചപ്പം അച്ഛാ ഇവിടെ ആക്കാം, ഉള്ള സൗകര്യത്തിനാക്കാം എന്ന് പറഞ്ഞു. അപ്പം 90 പേര് കിടക്കേണ്ടടുത്ത് 120 പേരുണ്ട്. എന്നാലും അവർ നോക്കാൻ തയ്യാറായി. ഏകദേശം ഒരു 2 മാസത്തിനകത്ത് അദ്ദേഹം മരിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പം അച്ഛൻ മുഖാന്തരം ഈ സിസ്റ്റേഴ്സ് അച്ഛനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് അച്ഛൻ ചോദിക്കുകയും കുഞ്ഞച്ചൻ മിഷണറിയിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അപ്പം അങ്ങനെ അഡ്മിഷൻ കിട്ടി, അദ്ദേഹം മരിച്ചു. അപ്പം അച്ഛൻ്റെ വീതം സ്ഥലത്തിൽ അച്ഛനിങ്ങനെ പാവങ്ങൾക്ക് ദാനം ചെയ്യണം എന്ന് അച്ഛൻ്റെ മനസ്സിൽ തോന്നി. അച്ഛൻ വീട്ടിൽ വന്ന് അച്ഛൻ്റെ ഫാദറിനോട് ഇത് പറഞ്ഞു. അപ്പം ഫാദർ ഏതാണ്ട് ഏഴാച്ചേരിയിൽ നിന്ന് വന്നത് ഞങ്ങൾ. ഏഴാച്ചേരിയിൽ നിന്ന് വന്നിട്ട് ഏതാണ്ട് 70 സെൻറ്റ് സ്ഥലം കൊണ്ട് വന്നതാണ്. ഏതാണ്ട് ഒരു 70-80 ഏക്കർ സ്ഥലം വരെ എൻ്റെ ഫാദറിൻ്റെ ഫാദർ, അതായത് വല്യപ്പൻ സമ്പാദിക്കുകയും ആ സമ്പാദ്യമെല്ലാം കൃഷികളിലൂടെ മാത്രമാണ്, വേറെ ബിസിനസ്സോ ഒന്നുമല്ല, ഉണ്ടാക്കുകയും എല്ലാ മക്കൾക്കും ആയിട്ട് വീതിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പം നിങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കും ഞാൻ തന്നിട്ടുണ്ട്, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം, എനിക്കതിനെതിരൊന്നുമില്ല എന്ന് എൻ്റെ വല്യപ്പൻ പറയുകയും അതനുസരിച്ച് അച്ഛൻ ഈ പാലാ രൂപതയിൽ തന്നെ അച്ഛൻ ഈ സ്ഥലം കൊടുക്കണം എന്നാണ് അച്ഛൻ്റെ ഒരു ആഗ്രഹം. അപ്പം അച്ഛൻ്റെ വീതം കിടക്കുന്നത് കോതമംഗലം രൂപതയിലാണ്, പുറപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പം അച്ഛന് ഈ പാലാ രൂപത 1 ഏക്കർ സ്ഥലം കൊടുക്കണം. എന്നോട് പറഞ്ഞു, എടാ ഇന്നൊരു പ്രസ്ഥാനമുണ്ട് ഇവിടെ ഉണ്ടാക്കാനാണ്, 1 ഏക്കർ സ്ഥലം കൊടുക്കണം, നിനക്ക് പകരം സ്ഥലം തന്നേക്കാം എന്ന് പറയും. പുറപ്പുഴ എനിക്ക് പകരം സ്ഥലം തരുകയും ചെയ്യും. അങ്ങനെയാണ് ഈ പ്രസ്ഥാനം ഉടലെടുക്കാനുണ്ടായ ചുവട്. അതുകൊണ്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 40ഓളം പേർക്ക് ഇപ്പം നമുക്ക് സുന്ദരമായിട്ട് അഭയം കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അനുഗ്രഹങ്ങളല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ തമ്പുരാൻ നമുക്ക് തന്ന ആ സമ്പത്തിൻ്റെ ഒരു വിഹിതം നമ്മൾ പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നു. അച്ഛനിങ്ങനെ കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ, അതായത് അച്ഛൻ്റെ പേരിലല്ല അച്ഛൻ കൊടുത്തേക്കുന്നത്, ഈ മലയപ്പറമ്പിൽ ഫാമിലിയുടെ പേരിലാണ് അച്ഛൻ കൊടുത്തേക്കുന്നത്. പിന്നെ ഞാനും എൻ്റെ വൈഫും എൻ്റെ മക്കളും ഇവിടെ ഫുൾ ടൈം എന്ന് പറഞ്ഞ പോലെ വർക്കിങ്ങിലുണ്ട്. അത് സേവനാടിസ്ഥാനത്തിലാണ്. മക്കളും വരും, വൈഫ് എല്ലാ ദിവസവും വരും. എനിക്ക് വേറെ പരിപാടികളുള്ളതുകൊണ്ട് എന്നാലും മേജർ ആവശ്യത്തിന് ഞാൻ വന്നേ പറ്റൂ. അപ്പോൾ ഞാൻ ഇന്ന് ഈ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നത്. എനിക്ക് വേറെ പല പരിപാടികളും ഉള്ളതാണ്. അപ്പോൾ ബിജു പിന്നെ 24 മണിക്കൂറും ഈ അതെ, തീർച്ചയായിട്ടും അതെ. കാരണം ഇവിടെ ഒരാൾ മരിക്കുവോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് ഒക്കെ ചെയ്താലും നമ്മൾ വേണമല്ലോ. അങ്ങനെ ആണ് ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോകുന്നത്. പിന്നെ മറ്റുള്ളവരുടെ കൈയഴിഞ്ഞ സഹായം കൊണ്ട് മാത്രമാണ് ഇത് പോകുന്നത്. ഇത് പെയ്ഡായിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്. അതായത് പിന്നെ എന്തെങ്കിലും ഒരു മനുഷ്യർക്കൊരു നീക്കിയിരിപ്പ്, കാരണം എന്തിനും പൈസ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു 4 സ്റ്റാഫോളം ഉണ്ട് ഇവിടെ.
ആ സ്റ്റാഫുകൾക്ക് പൈസ കൊടുക്കണം, കറണ്ട് ബില്ല് അടയ്ക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ളത് എന്തെങ്കിലും തുച്ഛമായ തുക, അല്ലാണ്ട് ഒരു ആരും ഇല്ലാത്തവർക്ക് ആരും തരാനില്ല. അപ്പോൾ അവരെ നമ്മൾ നോക്കും, ശുശ്രൂഷിക്കും, ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് മരുന്ന് മേടിക്കും, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എത്ര വയസ്സ് മുതലുള്ള ആളുകളുണ്ട് ഇവിടെ? ഏതാണ്ട് ഒരു 18 വയസ്സിന് മുകളിലേക്കുള്ളവരെ നമ്മൾ എടുക്കും. മൈനറായിട്ടുള്ളവരെ എടുത്താൽ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ടാണ് എടുക്കുക. ഈ 18 വയസ്സ് ഒക്കെ ഉള്ള യുവാക്കളുണ്ടോ? ഇപ്പം ഏതാണ്ട് ഒരു 22-24 വയസ്സുള്ള പിള്ളേർക്ക് ഉണ്ട്. അവർക്ക് നമ്മൾ എന്തെങ്കിലും തൊഴിൽപരമായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഇല്ല, ഇവിടുത്തെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുക. ഒരു പശുവുണ്ട്, അതിന് പുല്ലി എത്തണം, പിന്നെ അടുക്കളയിൽ എന്തെങ്കിലും സഹായിക്കണം, ക്ലീൻ ചെയ്യണം, അങ്ങനെയുള്ള ഇവരുടേതായ ഒരു റൂമിൽ 4 പേര് വെച്ചാണ് നമ്മൾ കിടത്തുന്നത്. ആ 4 പേർക്കുള്ള അതിൻ്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളൊക്കെ നോർമലി ചെയ്യാം. പറ്റുന്നവർക്ക്. തീരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടോ? ഉണ്ട്, കിടപ്പ് രോഗികളും ഉണ്ട്, കാലില്ലാത്തവരുണ്ട്, വീൽ ചെയറിൽ നടക്കുന്നവരുണ്ട്, അവരൊക്കെ ഉണ്ട്. ഇവരുടെ പിന്നെ രോഗാവസ്ഥയിലൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഈ ഡോക്ടേഴ്സിൻ്റെയോ അല്ലെങ്കിൽ മെഡിക്കൽ സൗകര്യങ്ങളൊക്കെ? മെഡിക്കൽ സൗകര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ് ആശുപത്രിയിൽ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകണം. പിന്നെ പാലിയേറ്റീവുകാർ മാസത്തിലൊന്നൊക്കെ വരുന്നുണ്ട്. അത് ചെറിയ സഹായങ്ങൾ കിട്ടും. അവരെ സംബന്ധിച്ച് നമുക്ക് പൊതുവായിട്ട് കിട്ടാവുന്ന ചെറിയ സഹായങ്ങൾ കിട്ടും. ഇവരുടെ വീട്ടുകാരിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഹെൽപ്പ് കിട്ടും? വീട്ടുകാരിൽ നിന്ന് ഹെൽപ്പ് കിട്ടുന്നത് വളരെ കുറച്ച് പേരെ. ചിലർ ഇവിടെ കൊണ്ടുവന്നാക്കുക എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഉപേക്ഷിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ ചിലർ ഇടയ്ക്ക് ബുദ്ധിമുട്ടുള്ളവരുമുണ്ട്, ഉള്ളതനുസരിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരുമുണ്ട്. ഈ കൂടുതലും വീടുകളിൽ നിന്ന്, അതായത് മക്കൾ കൊണ്ട് ഉപേക്ഷിച്ച് പിന്നെ കൊണ്ട് ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്കാണോ ഇത് വന്നിരിക്കുന്നത്? അതെ, ഉപേക്ഷിക്കുന്നവരും ഉണ്ട്, ആരും ഇല്ലാത്തവരും ഉണ്ട്. അനാഥരായിട്ട് പഞ്ചായത്തിൽ അല്ലെ വഴിയിൽ കടത്തിണ്ണയിലൊക്കെ കിടക്കുന്നവരൊക്കെ പോലീസുകാരെ പഞ്ചായത്തുകാരൊക്കെ കൂടി കൊണ്ടുവന്ന് ഇവിടെ തരും. അങ്ങനെയാണ് നമ്മൾ. അതെ. പിന്നീട് ഈ പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാർ സ്ഥാപനങ്ങളോ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടോ? സഹായങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എടുത്ത് പറയത്തക്ക രീതിയിൽ സഹായമില്ല. ആദ്യകാലം മുതൽ അങ്ങനെ. ഇപ്പം നമ്മൾ അവർ ഒരാളെ ആക്കാൻ വേണ്ടി എന്തും ചെയ്യും. പക്ഷെ അതനുസരിച്ചുള്ള ബാക്കി പിന്നെ ഇങ്ങനെയൊരു പ്രസ്ഥാനം ഉള്ളതുകൊണ്ട് ആരുടെയും പുറത്തും കാലിലും മണ്ണ് പറ്റാതെ നല്ല സ്വസ്ഥമായിട്ട് അവർക്ക് കിടക്കാം. അവർ നല്ല രീതിയിലൊക്കെ ഇവിടെ ജീവിച്ചു പോകുന്നു. അതെ, ജീവിച്ചു പോയാൽ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് വർഷങ്ങളായിട്ട് ഇവിടെ തങ്ങാം. പരാതികളൊന്നുമില്ലാതെ അവർ പോകും. പിന്നെ ഈ വഴിയിൽ നിന്ന് വരുന്നവരെ സംബന്ധിച്ച് അവർ നിൽക്കുന്ന ഒരു പ്രകൃതം കുറവുള്ളവരാണ് നമ്മൾ ഇതിൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് കടത്തിനെ കിടക്കുകയും ബീഡി വലിച്ചുമൊക്കെ നടക്കുന്നവർക്ക് അത് കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ട് വരും. ഇവിടെ ഈ കോമ്പൗണ്ടിൽ ഒതുങ്ങി നിൽക്കണം. 4 നേരം ഫുഡുണ്ട്, 4 നേരം പ്രാർത്ഥനയുണ്ട്, അതൊക്കെ കൂടി ഇവിടെ സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് കഴിയാം. ഈ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഉണ്ട്? എല്ലാവരും ഉണ്ട്. ക്രിസ്ത്യനുണ്ട്, ഹിന്ദുവുണ്ട്, മുസ്ലിംസും ഉണ്ട്. ഇപ്പോൾ ഇവരുടേതായ ആത്മീയ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ആൾക്കാരൊക്കെ, അച്ഛന്മാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു? അച്ഛന്മാരെന്ന് പറഞ്ഞാൽ നമ്മുടെ വികാരിയാണ്ടാൾ അച്ഛൻ, ഫാദറിൻ്റെ അനിയൻ വരും. അപ്പം പിന്നെ നമുക്ക് ആണ്ടിലൊന്ന് ഇതിൻ്റെ വാർഷികത്തിന് കുർബാന ഇവിടെ വെക്കും, പെർമിഷൻ മേടിച്ച് അന്നേരം കൂടാം. പിന്നെ പറ്റുന്നവരാണെങ്കിൽ അവർക്ക് ഇവിടെ പള്ളിയിൽ പോകാം. നമ്മുടെ പള്ളിയിൽ വേറെ സൗകര്യങ്ങൾ നമ്മളിവിടെ സംബന്ധിച്ച് വേറെ നടക്കാവുന്നവരില്ല. അതുകൊണ്ട് അവരിവിടെയുള്ള പ്രാർത്ഥനയിലൊക്കെ മുസ്ലിമായ ആൾ വരെ നല്ല കുരിശ വരയ്ക്കും, ഭക്തിഗാനം വരെ പാടും. നമ്മുടെ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ ഈ ചാപ്പലിൽ പിന്നെ ദിവ്യബലി അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നടക്കുന്നു? വാർഷികത്തിന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ഈ പള്ളി അടുത്തുള്ളതുകൊണ്ട് അങ്ങനെ വയ്ക്കത്തില്ല. പിന്നെ അതിനെ ഇവരെ സഹായിക്കാനായിട്ട് നമ്മളൊരു മടങ്കാര് ഏറ്റിട്ടുണ്ട്. അപ്പോൾ ആ മടങ്കാരും കൂടെ വന്നു കഴിഞ്ഞാൽ മഠത്തിൻ്റെ ചാപ്പലിൽ ആഴ്ചയിൽ ഒരു കുർബാന വെച്ച് നമുക്ക് കിട്ടും. അതിൽ നമുക്ക് പോകും. അപ്പോൾ ഇവർക്കും കൂടെ സംബന്ധിക്കാം. അപ്പോൾ ഇവരുടേതായ എന്ന് പറഞ്ഞാൽ അവരുടെ ഭക്ഷണവും മരുന്നും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഈ ആളുകളുടെ മറ്റുള്ളവരുടെ ഹെൽപ്പാണ്. സ്പോൺസർ. പിന്നെ അതുപോലെ നമ്മൾ ഗവൺമെൻറ് ആശുപത്രികളിൽ നമുക്ക് മരുന്ന് കിട്ടും, ഉള്ളനാട് കിട്ടും, കടനാട് കിട്ടും, രാമൂരം കിട്ടും, തൊടുപുഴ കിട്ടും, കരിങ്കുന്നം കിട്ടും. പിന്നെ ഈ സ്ഥാപനമാണെന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാവരും കൈ കഴിഞ്ഞ് ഇപ്പം ഡോക്ടേഴ്സ് ആണെങ്കിലും 10 ദിവസത്തെ മരുന്നാണെങ്കിൽ 30 ദിവസത്തെ മരുന്ന് തരും നമുക്ക്. കാരണം എന്നും കൊണ്ടാകാൻ ആളില്ല. പിന്നെ ഇവരെ കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ തീർന്ന നിസ്സാരമല്ല. നമ്മൾ ഒരാളെ കൊണ്ട് ബസ്സിന് ഹോസ്പിറ്റലിൽ പോകുക എന്നുള്ള ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. നമുക്ക് സ്വന്തമായിട്ട് വാഹന സൗകര്യം ഇല്ല. ഇവിടെ ഒരു ചെറിയ വണ്ടിയുണ്ട്, നമ്മുടെ വല്ല ഫുഡ് എടുക്കാനോ വല്ലതൊക്കെ പോകാൻ. അതിലൊക്കെ ആയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് നടക്കും. പിന്നെ മറ്റുള്ളവരുടെ ഹെൽപ്പാണ് ഇതിന് മുമ്പിൽ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കരിങ്കുന്നം പഞ്ചായത്തിൻ്റെ അല്ല, ഇത് കടനാട് പഞ്ചായത്തിൻ്റെ 2ാം വാർഡ്. ഇത് കോട്ടയം ജില്ലയിലാണ് സ്ഥിതി. കോട്ടയം ഇടുക്കി ജില്ലയുടെ ബൗണ്ടറിയാണ് മറ്റത്തിപ്പാറ. ഇത് കോട്ടയം ജില്ലയിലാണ് സ്ഥാപനം ഇരിക്കുന്നത്. ഇതിനകത്ത് അംഗവൈകല്യം സംഭവിച്ച ആൾക്കാർ എത്രയുണ്ട്? അംഗവൈകല്യം ഉള്ളവർ 3-4-5 പേരുണ്ട്. ഒരാൾ കാലില്ലാത്തതുകൊണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, അതായത് അവർക്ക് അവരുടെ പെൻഷനേ ഉള്ളൂ. ആ പെൻഷൻ നമുക്ക് തരണം. മുടങ്ങാതെ കിട്ടുന്നുണ്ടോ? മുടങ്ങാതെ എന്ന് പറഞ്ഞാൽ ഇപ്പം പെൻഷൻ കിട്ടൊക്കെ
പെൻഡിങ്ങിലൊക്കെ ഉണ്ട്. പക്ഷെ കിട്ടുന്ന പെൻഷൻ നമുക്ക് തരും. അത് ഏതാണ്ട് 40% കൂടുതലുള്ള ആളുകൾക്ക് അതെ അതെ അത് കിട്ടും. കാല് മുറിച്ച് കളഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ 40%-ായിരിക്കും കിടക്കുന്നത്. ആയിരിക്കും. പിന്നെ സർക്കാരിന് നമുക്കിപ്പം നമ്മൾ ഇത്രയും പേരെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെതായ ഒരു ഗുണം നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഈ അച്ഛൻ്റെ മലപ്പുറമിൽ അച്ഛൻ്റെ പിന്നെ സഹായമാണ് ഏറ്റവും കൂടുതൽ. അതെ, അച്ഛൻ്റെ സഹായം, അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട ഇടവകയിൽ ഇരുന്നവരും അവരൊക്കെ ഹെൽപ്പ് ചെയ്താണ് നമ്മൾ ഈ ബിൽഡിംഗ് പണിതതും. ഏതാണ്ട് ഒരു 80 ലക്ഷത്തോളം രൂപ മുടക്കുണ്ട്. ഒരു 80 പേർക്ക് സുഖമായിട്ട് താമസിക്കാനും നല്ലൊരു ചാപ്പല്, നല്ലൊരു ഡൈനിങ് ഹാള്, നല്ലൊരു കിച്ചണ് ഒക്കെ ആയിട്ട്. പിന്നെ ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളിലും ഒരു പകുതി ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയും കൂടി ഉള്ളതുകൊണ്ടാണ് നമുക്കിത് തുടർന്ന് പോകാൻ സാധിക്കുന്നത്. പൈസയുടെ പുറത്ത് തന്നെ നമുക്കിത് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. കാരണം അത് പൈസ തികയില്ല നമുക്ക്. കാരണം കറണ്ട് ബില്ല് വേണം, സ്റ്റാഫുകൾക്ക് കൊടുക്കണം, അതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന കറണ്ട് ബില്ല് ഏതാണ്ട് ഒരു 14,000-15,000 രൂപ വരുന്നുണ്ട് 2 മാസം കൂടുമ്പോഴേ. പിന്നെ നമുക്കൊരു വേനൽ സമയത്താണെങ്കിൽ നമുക്ക് ഈ മുകളിൽ നിന്ന് ഓലിന്ന് വെള്ളം കിട്ടും. അപ്പോൾ ഓസിൽ ഏതാണ്ട് ഒരു 9 മാസത്തോളം അങ്ങനെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളത്തിൻ്റെ കാര്യങ്ങൾ നടക്കും. പിന്നെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല തമ്പുരാൻ്റെ കൃപ കൊണ്ട്. ഏതായാലും തമ്പുരാൻ്റെ കൃപ കൊണ്ട് കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് പോകുന്നു എന്നാണ് സിജോട് പറയുന്നത്. ബിജു കുടുംബം വളരെ സന്തോഷമായിട്ട് കുഴപ്പമൊന്നുമില്ല. എന്തായാലും തമ്പുരാൻ നമുക്ക് തന്ന ഒരു വലിയ ഒരു പിന്നെ നന്മ, അത് പിന്നെ ഈ സ്ഥാപനത്തിലും ഇതിലെ അന്തേവാസികൾക്കൊക്കെ പ്രയോജനപ്പെടുത്തുന്നതും തന്നെ വലിയൊരു അനുഗ്രഹമാണ്. അത് ഏതായാലും നിങ്ങൾ കാണിച്ച ഈ ഒരു വലിയ മനോഭാവം ഒരു വലിയൊരു പ്രതീക്ഷിത വില തന്നെയാണ്. ഇപ്പോൾ നമ്മൾ സുവിശേഷം വെളിയിൽ പോയി അറിയിക്കുന്നേക്കാളൊക്കെ എത്രയോ നന്മ നിറഞ്ഞ ഒരു കാര്യമാണിത്. ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹവും പിന്നെ ദൈനംദിന നിങ്ങളുടെ പ്രവർത്തനത്തിലൊക്കെ തമ്പുരാൻ്റെ മുകളിൽ നിന്നുള്ള അനുഗ്രഹം ഇതിനകത്തുണ്ടാവും. അച്ഛൻ്റെ ഇടപെടൽ വളരെ ഭംഗിയായി നിങ്ങളുടെ കുടുംബത്തിന്, മലപ്പുറമിൽ കുടുംബത്തിന് മൊത്തത്തിൽ ഇതൊരു വലിയ അനുഗ്രഹമായി. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പ്രസ്ഥാനം നല്ല രീതിയിൽ ഇനിയും കൂടുതലായിട്ട് ഇങ്ങനെയുള്ള ആളുകളെ ഇവിടെ പ്രവേശിപ്പിക്കാനും ധൈര്യത്തോടെ ആരോഗ്യത്തിനും കൂടിയൊക്കെ ജീവിതം നടത്തിക്കൊണ്ട് പോകാനുള്ള കൃപ ദൈവം തരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.